അതാ ചെരിഞ്ഞ് ഇന്നാണ് പിക് ട്രിപ്പ് 2.0, അതായത് പിക്ലൂണിൻ്റെ സ്റ്റാഫും കുടുംബവും ഒക്കെ ഒന്നിച്ചുള്ള ഒരു യാത്ര. ഇത്തവണ ഞങ്ങൾ വയനാട്ടിലെ തിരുനെല്ലിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. കർണാടകയോട് ചേർന്ന് നിൽക്കുന്ന വനം പ്രദേശമായ തിരുനെല്ലിയിലെ അഗ്രഹാരം റിസോർട്ടിലാണ് ഇനി ഒരു ദിവസം. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അടിപൊളി ചിക്കൻ കറിയും വഴിയിൽ നിന്ന് വാങ്ങിയ പൊറാട്ടയും വെള്ളപ്പമാണ് പ്രഭാത ഭക്ഷണം. അഗ്രഹാര റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യാൻ ഇനിയും ഉണ്ട് ഒരു 1.5 മണിക്കൂർ. അങ്ങനെയാണ് ഞങ്ങൾ വഴിയിലുള്ള പഴശ്ശി പാർക്കിൽ കയറുന്നത്. പൂന്തോട്ടവും വലിയ മരങ്ങളും പിന്നെ കുറേ വവ്വാലുകളൊക്കെ ഉള്ള ഈ പഴശ്ശി പാർക്കിൽ പോയി കഴിഞ്ഞാൽ വലിയ ഊഞ്ഞാലകളൊക്കെ ഉണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആരും കുട്ടികളായി മാറും. അതാ ചെരിഞ്ഞ് എന്താ രസം. എല്ലാവരും ഊഞ്ഞാലാടി അർമാദിക്കുന്ന സമയത്ത് നബഹാൻ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. കൂട്ടത്തിൽ ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ബിൻഷാദിനും ബിൻഷിത്തിനൊക്കെ ഫാമിലിയിൽപ്പെട്ട കുട്ടികളെ നോക്കുന്ന പണിയായിരുന്നു അവിടെ. ഈ പഴശ്ശി പാർക്കിൻ്റെ ഒരു ഭാഗം നല്ല അടിപൊളി ഒരു പുഴയാണ്, നല്ല ബോട്ടിങ്ങിനൊക്കെ പറ്റിയ പുഴ. ആ ബോട്ടിൻ്റെ മേലെയാണ് ഇപ്പോൾ കുട്ടികളെല്ലാവരും കൂടെ പിന്നെ കളിച്ച് ഉല്ലസിച്ച് തിമിർത്താടുന്നത്. ഇനി നമ്മളെ ഫുഡിൻ്റെ സമയമുണ്ട്. ഫുഡിൻ്റെ സമയം സാലയൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന നല്ല ബിരിയാണി ഉണ്ട്. ബിരിയാണി വിളമ്പുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ടാവും. ചോറ് കിട്ടിയില്ല. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് അടിക്കാനുള്ള പരിപാടിയിലാണ്. കുറച്ച് നേരം പാർക്കിൽ ഉല്ലസിച്ച് ഊഞ്ഞാലാടിയും അർമാദിച്ചൊക്കെ കഴിഞ്ഞുകൊണ്ടേ നല്ല വിശപ്പുണ്ട് എല്ലാവർക്കും. പിന്നെ നല്ല ടേസ്റ്റുള്ള ഫുഡും കൂടെ ആയതുകൊണ്ട് എല്ലാവരും നല്ലോണം ഫുഡ് അടിക്കുന്നുണ്ട്. കുറച്ച് ഫുഡ് ബാക്കിയായത് അവിടുത്തെ ജീവനക്കാർക്ക് കൊടുത്ത് ഞങ്ങൾ അവിടുന്ന് വല്ല പാക്കപ്പ് ചെയ്തു. ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞ് വണ്ടിയിൽ സാധനങ്ങളൊക്കെ കയറ്റി ഞങ്ങൾ ഇനി പഴശ്ശി പാർക്കിനോട് വിട പറയണം. ഇനി നേരെ റിസോർട്ടിലേക്കാണ്. റിസോർട്ടിലെത്തിയാൽ തന്നെ കണക്ക് നേരെ ഉച്ചയാണ്, വെയിലാണ്, ചൂടാണെന്നൊന്നും നോക്കാതെ കുട്ടികൾ നേരെ പോയി ചാടിയത് സ്വിമ്മിങ് പൂളിൽ. പിന്നെ കുറച്ച് നേരം കുട്ടികളൊക്കെ അർമാദായിരുന്നു. കുളിയും തേവാരമൊക്കെ കഴിഞ്ഞിട്ട് ഇനി സൈക്ലിംഗ് ആണ്. തിരുനെല്ലിയിലുള്ള വളരെ പുരാതനമായിട്ടുള്ള ശിവക്ഷേത്രത്തിലേക്ക്.
ഇത് കണ്ട ഒരു കൂട്ടം നായ്ക്കളെ ഞങ്ങളെ കുറേ നേരം ഇടങ്ങറാക്കണം. കുറേ ഉണ്ട്. രണ്ടാൾക്കാരും കൂടെ ഉള്ള കച്ചറയാണെന്ന് തോന്നുന്നുണ്ട്. തിരുനെല്ലി ക്ഷേത്രത്തിനടുത്ത് വന്നതാണ് കേട്ടോ. നല്ല സ്ട്രോങ് നായ കേട്ടോ. അവിടുന്ന് വേറെ കുറച്ച് നായ്ക്കൾ വരുന്നുണ്ട്. ഇവർ തമ്മിലുള്ള യുദ്ധമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളതിൻ്റെ ഇടയിൽ വല്ല ചുളിവിൽ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോകും. കഴിഞ്ഞ 1-2 ആഴ്ചക്കുള്ളിലാണ് ഇവിടെ കാട്ടാന ഒരാളെ ചവിട്ടിക്കൊണ്ടുന്ന ആ ഒരു വിഷയമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലും ആ പരിസരത്തൊക്കെ ആൾ കുറവാണ്, സന്ദർശകരെ കുറവാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് തിരിച്ച് റിസോർട്ടിൻ്റെ കവാടത്തിൻ്റെ അവിടെ എത്താൻ നേരത്താണ് കുറച്ച് അതിഥികൾ ഞങ്ങളെ കാത്തിരിക്കുന്നത് കണ്ടത്. ഇവന്മാർക്ക് ഈ ആനനെയും പുലിനെയും നമ്മളെ മാനിനൊന്നും പേടില്ലേ എന്നുള്ള മട്ടിൽ അവരിങ്ങനെ തുറിച്ച് നോക്കണ കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ച് വേഗം റിസോർട്ടിൻ്റെ ഉള്ളിൽ കയറിപ്പറ്റി. ഗെയിം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും സംസാരിക്കാൻ പാടില്ല എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആരും സംസാരിക്കരുത്. അപ്പോൾ ഗെയിമിൻ്റെ റൂള് പറയട്ടെ. നമ്മളിങ്ങനെ ഒരു ഇനി കുറച്ച് നേരം ഗെയിമിങ്ങിൻ്റെ സമയമാണ്. ഇത് ആദ്യത്തെ ഐസ് ബ്രേക്കിംഗ് ഗെയിമാണ്. അതായത് ഒന്നും സംസാരിക്കാതെ 3 മിനിറ്റിനുള്ളിൽ എല്ലാവരും ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം ക്രമത്തിലിരിക്കുക എന്നുള്ളതാണ്. അതായത് തീയതി പ്രകാരം, ഇയർ പ്രശ്നമല്ല, തീയതി പ്രകാരം ഓർഡറാക്കി ഇരിക്കുക എന്നുള്ളതാണ്. കുറച്ച് നേരം അന്തം വിട്ടില്ലെങ്കിലും 3 മിനിറ്റിനുള്ളിൽ എല്ലാവരും വ്യത്യസ്ത രൂപത്തിൽ അവർ അറേഞ്ച് ചെയ്തു എന്നതാണ് ഇതിലേറ്റവും രസകരമായിട്ടുള്ള കാര്യം. ഇപ്പോൾ ജനുവരി, ഫെബ്രുവരി എന്ന ക്രമത്തിൽ ഓരോരുത്തരും വരിയായിട്ട് റൗണ്ടിൽ ഇരുന്നിട്ടുണ്ട്. കടുവ, പുലി, ആന, സിംഹം അങ്ങനെ 4 ഗ്രൂപ്പായിട്ട് ഓരോരുത്തരും തിരിച്ചതിന് ശേഷം എല്ലാവരും കൂടി മത്സരിച്ച ഒരു ഗെയിമാണിത്, പിക്ക് ദ കപ്പ്. അങ്ങനെ അവസാനം ഓരോരുത്തർ ഓരോ റൗണ്ടിലും പകുതി വീത ആളുകൾ പുറത്തായി. അങ്ങനെ അവസാനം ഒരൊറ്റ ആൾ വിന്നറാകുന്ന ഗെയിമാണിത്. കളി അതിൻ്റെ അവസാന റൗണ്ടിലെത്തിയപ്പോൾ 2 പേര് മാത്രമാണ് മത്സരരംഗത്തുള്ളത്, ബഷീറും ഇൻഷാദും. വാശിയേറിയ മത്സരം തുടർന്നുകൊണ്ടിരിക്കെ അവസാനം എല്ലാവരും നെറ്റ് വെച്ചില്ലേ? ഓക്കെ ഓക്കെ. ഇനി ആരും ബിസ്ക്കറ്റ് കൈകൊണ്ട് തൊടരുത്. കൈകൊണ്ട് തൊടാതെ വായിലെത്തിക്കുക എന്നുള്ളതാണ്. സ്റ്റാർട്ട്. കുട്ടികളും മുതിർന്നവരൊക്കെ ആയിട്ട് എല്ലാവരും പങ്കെടുത്ത് ആസ്വദിച്ച് കളിച്ച മറ്റൊരു ഗെയിമാണ് ഈറ്റ് ദ ബിസ്ക്കറ്റ്. നെറ്റിൽ വെച്ച ബിസ്ക്കറ്റ് കൈകൊണ്ട് തൊടാതെ വായിലെത്തിക്കുക എന്നതാണ് ഇതിൻ്റെ ടാസ്ക്. ചില ആളുകളുടെയൊക്കെ പെട്ടെന്ന് തന്നെ താഴെ പോയെങ്കിലും ഈ മത്സരത്തിൻ്റെ വേറൊരു പ്രത്യേകത തോറ്റാലാണ് ആദ്യം ബിസ്ക്കറ്റ് തിന്നാൻ പറ്റുക എന്നുള്ളതാണ്. മൂന്ന് മിനിറ്റ് സമയത്തിനുള്ളിൽ തന്നെ ഏകദേശം എല്ലാവരും ബിസ്ക്കറ്റും വായിലോ തറയിലോ പോയിട്ടുണ്ടായിരുന്നു. ബഷീറിൻ്റെ ബിസ്ക്കറ്റ് മാത്രം കണ്ണിൽ കുടുങ്ങിക്കിടന്നു. അവസാനം സമയം തീർന്ന് ബഷീർ അതിർത്ത് വായിലിട്ടു. ആര് ജയിക്കുമെന്ന് പോലും പ്രവചിക്കാൻ പറ്റാത്ത വിധത്തിൽ വാശിയേറിയ മറ്റൊരു മത്സരം ബലൂൺ പൊട്ടിക്കൽ. 3 മിനിറ്റ് നേരം സ്വന്തം കയ്യിലുള്ള ബലൂൺ സംരക്ഷിക്കുക എന്നതാണ് ഈ മത്സരത്തിൻ്റെ ടാസ്ക്. സ്വന്തം ബലൂൺ സംരക്ഷിക്കുന്നതിനേക്കാൾ ഉപരി മറ്റുള്ളവരെ ബലൂൺ പൊട്ടിക്കുന്നതിലായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധ. അതുകൊണ്ട് തന്നെ 3 മിനിറ്റ് വരെ ആർക്കും സ്വന്തം ബലൂൺ സംരക്ഷിക്കാൻ പറ്റില്ല, ആരും വിജയിയുമായില്ല.
ഇത് പിന്നെ ഗ്രൂപ്പ് മത്സരങ്ങളുടെ രാജാവ്. രാത്രി 10 മണി വരെ തുടർന്നു ഈ അന്താക്ഷരി മത്സരം. വളരെ വിജയകരമായി, വളരെ വാശിയേറിയ മത്സരം. ഏകദേശം കാട്ടിനുള്ളിലായിട്ടുള്ള റിസോർട്ടിൽ തണുപ്പിങ്ങനെ അരിച്ചു വരുന്ന സമയത്ത് ഈ പാട്ട് പാടിയിരിക്കുന്നത് പ്രത്യേക ഒരു രസമായിരുന്നു. സമയം രാത്രി 10 മണിയായിട്ടും പാട്ട് മത്സരം നിർത്താൻ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒന്നും തോന്നുന്നില്ല. അത്രയും രസകരമായിട്ടാണ് മത്സരം മുന്നേറുന്നത്. നാളെ രാവിലെ 6 മണിക്ക് തന്നെ പിക്ക് കുഞ്ഞിൻ്റെ ഒഫീഷ്യൽ സെഷൻ തുടങ്ങാനുള്ളതുകൊണ്ട് 10:30 മണി ആയപ്പോൾ മനസ്സില്ലാ മനസ്സോടെ ഈ പാട്ട് മത്സരം ഇവിടെ അവസാനിപ്പിച്ചു.